അഊദു ബിറബ്ബിന്നാസ്. ജനങ്ങളുടെ റബ്ബിനെ കൊണ്ട് ഞാൻ കാവലിനെ തേടും. റബ്ബെന്ന് പറഞ്ഞാൽ നമ്മുടെ സംരക്ഷകനെ പരിപാലിക്കുന്നവൻ, നമുക്ക് വേണ്ട എല്ലാ നിഅമത്തുകളും ചോദിക്കാതെ നമ്മിലേക്ക് ചൊരിച്ചു തരുന്നവനാണ് റബ്ബ്. ഓരോ സെക്കൻഡുകൾ നമ്മുടെ കൽവിൽ ഉണ്ടാകേണ്ടവനാണ് റബ്ബ്. ഒരു സെക്കൻഡ് പോലും വിട്ടുനിൽക്കാൻ പറ്റാത്ത നമ്മുടെ ഓരോ ശ്വാസങ്ങൾ വരുന്നത് അല്ലാഹുവാണ്. അപ്പൊ ഓരോ സെക്കൻഡുകളിലും നാം ഓർക്കേണ്ടവരാണ് നമ്മുടെ റബ്ബ്. അങ്ങനെയായാൽ ഖുർആൻ പറഞ്ഞു സൂറത്തുൽ മുൽക്ക് വഅസിറു ഖൗലകും അവിജ്ഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സിറാക്കിയാലും പ്രശ്നമില്ല, ജഹറാക്കിയാലും പ്രശ്നമില്ല. നിങ്ങൾ ബന്ധരിയാലും എന്ത് നിങ്ങൾ വാക്കേ ചെല്ലിയാലും, നിങ്ങൾ ആരും അറിയാതെ സിറായി തെറ്റ് ചെയ്താലും പരസ്യമായി തെറ്റ് ചെയ്താലും സിറായി അമൽ ചെയ്താലും ജഹറായി അമൽ ചെയ്താലും ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ഇതൊന്നും വേണ്ട പറഞ്ഞവന് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ കരുതിയെടുക്കുന്നത് വിചാരിക്കുന്നത് പോലും അള്ളാഹു അറിയുന്നുണ്ട്. എന്റെ കാരണം ഇതിന് ശേഷം അള്ളാഹു പറഞ്ഞു അലാ യഅലമു മൻ ഖലഖ. കാരണം അലാ യഅലം മൻ ഖലഖ. ഇവിടെ പടച്ചവനാണവൻ. ആ പടച്ചവൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം. സിറിയിലാലും പ്രശ്നമല്ല, ജഹറിയിലാലും പ്രശ്നമല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് ചിന്തിക്കുന്നത് പോലും അള്ളാഹു പറയുന്നു. അതുകൊണ്ടാണ് അതുകൾ നമ്മോട് പഠിപ്പിച്ചത്. ഒരു വിഭാഗം ആളുകൾക്ക് ഇസ്ലാമില്ലാതെ സ്വർഗത്തിലടക്കാൻ കഴിയുന്നു. ചോദ്യമില്ലാതെ ഒരു ഇസ്ലാമില്ലാതെ സ്വർഗത്തിലടക്കാൻ കഴിയും ഒരു വിഭാഗം ആളുകൾ. ആരാണവർ? അവർ ഓരോ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ 3 അവസ്ഥകളാണ്. നമുക്കെല്ലാം ഇപ്പൊ നിങ്ങളുടെ ഹത്തീവാകുന്നതിന് എനിക്ക് 3 അവസ്ഥകൾ. അതുപോലെ സദസ്സിലുള്ള ഓരോരുത്തർക്കും ജീവിതത്തിൽ 3 അവസ്ഥകൾ. ഒന്ന് സാമൂഹികമായി പൊതുവായിട്ടുള്ള ഒരു അവസ്ഥ, പൊതുവായിട്ടുള്ള നമ്മുടെ ഇടപെടൽ, പൊതുവായിട്ടുള്ള നമ്മുടെ കൂടൽ ബിരിയൽ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ ഇപ്പൊ ഞാനിപ്പോ കാണുമ്പോ ആളെങ്ങനെയാണ് തലയിട്ട് കമ്മീസ് തലയിട്ട് ഭയങ്കര അടിപൊളിയാണ്, ഇങ്ങനെ പറയാം ഭയങ്കര ഉസ്താദാണ്, കാര്യപ്പെട്ട ഉസ്താദാണ്, ഇതിനെ കുറിച്ച്. അതുപോലെ നിങ്ങളെ പള്ളിയിൽ വരും നിങ്ങൾ തൊപ്പിയും ആദ്യത്തെ ഡ്രസ്സും ഭയങ്കര ആളുകളൊക്കെ നമുക്ക് 100 മാർക്കാണ് തരുന്നത്. പൊതുവായിട്ടുള്ള നമ്മുടെ ഇടപെടലിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒക്കെയും ആളുകൾ നമുക്ക് 100 മാർക്ക് തരും. കാരണം എല്ലാം ഭയങ്കര അള്ളാഹുവിനെ റബ്ബ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു കാഴ്ചപ്പാട് നമ്മളെ കാണുമ്പോൾ അടിവെച്ചിരി തൊപ്പി വെച്ചിരി നിസ്കാരത്തിന് വന്ന് സുബഹി നിസ്കാരത്തിന്റെ സമയത്തിന് വന്ന് ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഇടപെടൽ. ഈ പൊതുവായിട്ടുള്ള ഇടപെടലിൽ നമുക്കെല്ലാം 100 മാർക്കാണ്, എല്ലാവർക്കും 100 മാർക്ക്. ഈ പൊതുവായിട്ടുള്ള ഇടപെടലിൽ ആരെങ്കിലും ഒരാൾ ഒരു മോശക്കാരനുണ്ടെങ്കിലോ ഒരു പരസ്യം കണ്ടുപിടിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ബാങ്ക് വരെ പണ്ടിന്റെ വരണ്ട ചെയ്യുന്നിട്ടുണ്ട്, ബാങ്ക് കൊടുത്തിട്ടാകുമ്പോ വയച്ചു പോയി നമ്മനെ കുറിച്ച് എന്ന് പറയും. നമുക്ക് തന്നെ അവരോട് ഭയങ്കര വെറുപ്പാണ്. പള്ളിക്ക് ബാങ്ക് കൊടുക്കുവരെ പള്ളിയുടെ ഉച്ചത്തിണ്ടാക്കി ബാങ്ക് കൊടുക്കാനാകുമ്പോ ഇറങ്ങിപ്പോയി. എന്ത് പൊതുവായിട്ടുള്ള നമ്മുടെ ഇടപെടലിൽ അങ്ങനത്തെ മത്സരങ്ങളുടെ മാർക്ക് 0. ഇതാണ് ഇതെല്ലാം ഉഷാറാണ്. ഒരവസ്ഥ ഇതാണ്. രണ്ടാമത്തത് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഇടപെടൽ. നമ്മുടെ വീടുകളിൽ അങ്ങനെയുണ്ട്. നമ്മുടെ ഭാര്യ നമുക്ക് എത്ര മാർക്ക് തരുന്നു, നമ്മുടെ മക്കള് നമുക്ക് എത്ര മാർക്ക് തരുന്നു, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മാർക്ക്. ഇനി ഏതായാലും ഒരു 50% ആളുകൾക്ക് ഒരു മാർക്ക് ഉണ്ടാവും, ഒരു 50% ആളുകൾക്ക് മാർക്ക് ഉണ്ടാവും. ഭാര്യ നല്ല അഭിപ്രായം പറയും, എന്റെ ഭർത്താവ് നല്ല ഭർത്താവാണ്, പുറത്ത് പള്ളിയിൽ കാണുന്ന പോലെ തന്നെയാണ് കണ്ടുപിടിക്കും. ഓത്തിന്റെ സ്വഭാവം ഓരോ സ്ഥലത്തിലും ഓരോ സ്വഭാവം. പള്ളിയിൽ ഭയങ്കര കാണുമ്പോൾ ചിരിയും കയ്യല കൊടുക്കും, സംസാരിക്കും. ഓടെ കാണുമ്പോ മക്കളെ കാണുമ്പോ സ്വഭാവന്റെ പേര് അങ്ങനത്തെ ആളുകളുണ്ട്. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങൾ അങ്ങനെയാണ്. പെണ്ണുങ്ങൾക്ക് ഈ 3 അവസ്ഥയുണ്ട്. ആണുങ്ങൾക്ക് മാത്രമല്ല, പെണ്ണുങ്ങൾക്ക് ഉണ്ട്. ഭർത്താവിനെ കാണുമ്പോ മക്കളെ കാണുമ്പോ സ്വഭാവം പറഞ്ഞു. ബാക്കിയുള്ളവരോ കല്യാണത്തിന് പോയാൽ ഒരാളെന്ന് കൂടിയാൽ നല്ല പെണ്ണാണ്. എല്ലാവരോടും കളിയും എല്ലാ വിഷയം സംസാരം എല്ലാം ഉണ്ട്. സ്വന്തം ഭർത്താവിനോട് ചൊടിയ, സ്വന്തം മക്കളോട്, സ്വന്തം പരക്കാരോട് മാർക്ക് 0. ഏതായാലും ഒരു 50% ആളുകൾക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും, അല്ലെ? കുടുംബജീവിതത്തിൽ നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള അവസ്ഥകൾ, ചുറ്റുപാടുകൾ, ഇതൊക്കെയും മാഷാ അല്ലാഹ്. എന്നാൽ മൂന്നാമത്തെ ഒരു അവസ്ഥ എന്താ? നമ്മുടെ ഒറ്റക്കുള്ള ഒരു ജീവിതം. നമ്മുടെ ഒറ്റയ്ക്ക് നമ്മുടെ റൂമിൽ ഒറ്റപ്പെടുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഏകാന്തമായി കഴിയുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയിലാണ് നമ്മുടെ മാർക്കിന്റെ റിസൾട്ട് വരുന്നത്, അല്ലെ? അപ്പൊ പള്ളിയിൽ കണ്ട സൂക്ഷ്യം ഉണ്ടാവില്ല, കുടുംബത്തിന്റെ ഭാര്യയുടെ മക്കളുടെ ഇടയിൽ കണ്ട ആ സ്വഭാവം ഉണ്ടാവില്ല. ഒറ്റക്കാവുമ്പോ ആ റബ്ബ് എന്ന് പറയുന്ന ഓർമ്മ നമ്മുടെ മനസ്സിലില്ല. പള്ളിയിൽ വരുമ്പോ റബ്ബുണ്ട്, ആളുകൾ ഇടപെടുമ്പോ റബ്ബുണ്ട്. നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സമയത്ത് എന്റെ മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാ തോന്നിവാസങ്ങളും, എല്ലാ ഹറാമുകളും, എല്ലാ കുറ്റങ്ങളും നിഷ്പ്രയാസം ചെയ്യുന്നവരാണ് ഓരോരുത്തരും. റബ്ബിന്റെ ഓർമ്മ ഇല്ല. എന്തൊക്കെയും നമ്മുടെ മനസ്സിൽ കാണാൻ തോന്നുന്നുണ്ടോ അതൊക്കെ കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു. മുഅ്മിനീങ്ങളുടെ മഹാന്മാർ പറഞ്ഞ ഇതാണ് 3 അവസ്ഥകൾ മനുഷ്യരിൽ. സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടൽ, കുടുംബപരമായിട്ടുള്ള ഒരു ഇടപെടൽ, മൂന്നാമത് ഒറ്റക്കായിട്ടുള്ള ഒരു അവസ്ഥ. ഈ 3 അവസ്ഥയിലും നിന്റെ മനസ്സിന്റെ ഉള്ളിൽ റബ്ബിനെ നീ കൊണ്ടു നടക്കുന്നുണ്ടോ എന്നാൽ നീ ഇസ്ലാമില്ലാതെ സ്വർഗത്തിലെത്തുന്നതാണ്. ഇതിന് നമുക്ക് സാമൂഹികം, സാമൂഹികമായിട്ടല്ല. ഈ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ റബ്ബുന്നാസ്,
നമ്മുടെ റബ്ബായ അള്ളാഹുവിന്റെ ഓർമ്മ. എത്ര മഹാന്മാരുടെ കഴിഞ്ഞു പോയോ, എത്ര സ്വാധീനങ്ങളുണ്ട്. നമ്മുടെ ഈ സാമൂഹികമായിട്ട് ഇടപെടുന്നതിനേക്കാൾ കൂടുതലായി ഒറ്റപ്പെടുന്ന സമയത്ത് അള്ളാഹുവിനെ പേടിച്ചവർ, അള്ളാഹുവിന്റെ വേണ്ടി സുജൂദ് ചെയ്തവർ, അള്ളാഹുവിന്റെ വേണ്ടി ഇബാദത്തിനായി കൂടിയവർ. സുബ്ഹാനല്ലാഹ്. ഒരു മഹാന്റെ ചരിത്രം ഞാൻ മുമ്പ് വായിച്ചതാണ്. രാത്രി മുഴുവനും അയാൾ ഇങ്ങനെ വിവാദത്തിനായി കൂടണം. ആരും അറിയാതെ വിവാദത്തിനായി കൂടി ഒരു മഹാന്റെ ചരിത്രം വായിച്ച ഞാൻ ഓർക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സമയത്ത് അയാളുടെ വിവാദത്തിന്റെ കല്ല് പൊളിഞ്ഞു. രാത്രി അയാൾ വിവാദത്തെടുക്കുന്നത് ഏതോ ഒരാൾ അറിഞ്ഞുകൊള്ളുന്നത്. അയാൾ ആരും അറിയുന്ന റബ്ബ് മാത്രം അറിഞ്ഞാൽ മതി എന്ന ചിന്തയിലൂടെ വിവാദത്തെടുത്ത മനുഷ്യനായിരുന്നു. ഏതോ ഒരു മനുഷ്യൻ അറിഞ്ഞു. അതേപോലെ ചിന്ത അറിയോ, അയാൾ അന്നാനോട് വരുന്നതാണ്, കുറച്ചോനെ എന്റെയും നിന്റെയും ഇടയിലുള്ള സിർ പൊടിഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് ഇനി മരണമാണ് ഖൈർ, എന്നെ നീ മരിപ്പിക്കണേ അല്ലാഹ്. അയാൾ അന്ന് തന്നെ മരിച്ചുപോയി. എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്താലും എങ്ങനെ അറിയിക്കണം, എല്ലാം എങ്ങനെ അറിയിക്കണം. തസ്ബീഹ് എന്നും അറിയിക്കും, ഖുർആനോടും അറിയിക്കും, താജ് നിസ്കരിച്ചാലും അറിയിക്കാൻ പാടില്ല. നമ്മുടെ അമലുകൾ ഞാനും റബ്ബുമായി മാത്രം ബന്ധപ്പെടുകയാണ് പ്രത്യേകമായി കൂടി. പറയും ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു. ഇന്നത്തെ പിന്നെ തസ്ബീഹ് നോക്കേണ്ട കാര്യം പറഞ്ഞ കാര്യം. ഇന്നലെ ഒരാൾ പറഞ്ഞു, ബസ്സിൽ പോകുമ്പോൾ ഞാൻ നമ്മുടെ പരിപാടിയിൽ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നു. ബസ്സിൽ ഒരു മനുഷ്യൻ, അപ്പോൾ ലേഡീസ് സീറ്റ്, പെണ്ണുങ്ങളുടെ സീറ്റ് ഉണ്ട്. ആ സീറ്റ് ഒഴിവാണ്. നമ്മുടെ രണ്ട് പർദ്ദയിട്ട പെണ്ണുങ്ങൾ അല്ലാത്ത സീറ്റിൽ ഇരുന്നിട്ട് വേറെ സീറ്റ് ഒന്നും ഇല്ല. ഓരോ കയ്യിലാണെങ്കിലോ തസ്ബീഹിന്റെ കൗണ്ടർ ഉണ്ട്, കൈക്കോ അരയുണ്ട്, കണ്ണുക്ക് ഇതുണ്ട്, എന്തായിട്ട് ഭയങ്കരമായ ഇത് വേണം. സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ പണിയിട്ടുണ്ട് പറഞ്ഞ കണ്ടക്ടറിനോട് പറഞ്ഞിട്ട് പ്രായമുള്ള ഒരാളാണ് ഇപ്പൊ ഇരിക്കാൻ തുടങ്ങിയില്ല, ലേഡീസ് സീറ്റ് കാലിയാണ്. അപ്പൊ ഈ പെണ്ണുങ്ങൾ ആടെ എത്തിയാൽ ഇയാൾ ഇവിടെ ഇരിക്കുമല്ലോ. ഈ പെണ്ണുങ്ങളാണെങ്കിലോ തസ്ബീഹിന്റെ കൗണ്ടറോ കാര്യങ്ങളല്ലോ ഭയങ്കര ചെന്ന്. ഇത് കേട്ടപ്പോ ആ പെണ്ണുങ്ങൾ ഈ പറഞ്ഞ മനുഷ്യന്റെ സൗണ്ടിട്ട് ഒരു ഇയാളോട് ചൂടായി, എനിക്കെന്തിനാ അധിക പ്രശ്നം അപയിക്കുന്നില്ല. ഇയാള് തിരിച്ചറിയാൻ നിങ്ങൾ ഈ കയ്യിൽ കൗണ്ടറും തസ്ബീഹും കൈവാനെ പിടിച്ച് ആരെ കാണിക്കാൻ? ഇത് അള്ളാഹനെ പിടിക്കുന്നവരാണെങ്കിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ ബസ്സിൽ കയറുമ്പോൾ സീറ്റോട് നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ച സീറ്റിലാണ് ഇരുന്നോട്. ഇപ്പൊ ഇത് കേൾക്കും, ഇത് പറയുമ്പോ ആ സീറ്റിലുണ്ടായിരുന്ന ഒരു മുസ്ലിം അല്ലാത്ത പെണ്ണ് ഓടെ വെച്ചിട്ട് അവിടെ മറ്റു സീറ്റിലെ പോയി ഓരോ. ഇതാണ് നമ്മുടെ ശ്രദ്ധ. കയ്യിൽ തസ്ബീഹാണ്, സ്വലാത്താണ്, വലിയ വിവാദത്തിൽ ഇങ്ങനെ കാണിച്ചു നടക്കും. പുള്ളിയൊന്നുമുണ്ട് സീറോ. ഇതാണ് നമ്മുടെ അവസ്ഥ. എല്ലാവരെ കുറിച്ച് അങ്ങനെ പറയും. കൂടുതൽ അങ്ങനെയാണ്. നമ്മുടെ സിർ പൊളിഞ്ഞു പോകും. നമ്മൾ ചെല്ലുന്ന തസ്ബീഹ് അത് അള്ളാഹ് മാത്രം അറിയുന്ന നിയത്താണെങ്കിൽ പൊളിഞ്ഞു പോകും. ചിലപ്പോ കൂടി വാത്തിരാവുന്ന. അപ്പൊ അതാണ് പറഞ്ഞത്, ഈ മൂന്ന് അവസ്ഥയിലും നമുക്ക് 100 മാർക്കാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിയും. അവരുടെ ഒറ്റക്കാലത്തിന് വളരെ റബ്ബാണ് അള്ളാഹു താര രൂപത്തിലുള്ള ജീവിതമായി നമ്മുടെ ജീവിതം അള്ളാഹു മാറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തവർ നമ്മുടെ നാട്ടിലുള്ള ഒരു ഖദീജയുടെ പേരുള്ള ഒരു സഹോദരി പൊക്കിന്റെ ഭാഗത്ത് വേദനയായിട്ട് ഇന്ന് ആ സഹോദരിയുടെ ഓപ്പറേഷൻ നല്ല വാർത്തോടെ അത് പൂർത്തിയായി കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു പഠിച്ചോനെ ഷാഫിയായ അല്ലാഹ്, ഖാഫിയായ അല്ലാഹ്, റാഫിയായ അല്ലാഹ് ആ സഹോദരിയുടെ കാര്യങ്ങൾ മുഴുവൻ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഓപ്പറേഷൻ അനിവാര്യമാണെന്നാണ് പറഞ്ഞത്. അതിന്റെ കാര്യം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. പെട്ടെന്നായി പരിശുദ്ധമായ റമദാനാണ് കടന്നു വരുന്നത്. വലിയ പ്രയാസമുണ്ട് ആ സഹോദരിയുടെ മനസ്സിൽ. റമദാനിന്റെ മുമ്പ് ചെയ്തപ്പോ റമദാനിന്റെ ഇബാദത്തിന്റെ പ്രശ്നം വരുമ്പോ അള്ളാഹു ഇതിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഓപ്പറേഷൻ നീ വിജയിപ്പിക്കണേ റഹ്മാൻ. എന്താണോ ശരീരത്തിൽ ബാധിച്ച പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഓപ്പറേഷൻ കൊണ്ട് മുഴുവൻ നീക്കി കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ഒരുപാട് നമ്മുടെ കുടുംബക്കാർ ഞങ്ങളുമായി വസിയത്ത് ചെയ്തവർ പലവിധ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരുമാണ്. ഷാഫിയായ അല്ലാഹ് എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. രോഗശമനം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ പരിപൂർണമായ ആഫിയത്ത് റമദാനിന്റെ 90 ദിവസങ്ങളിലും നമ്മുടെ ശരീരങ്ങളിൽ നീ ബാക്കിയാക്കണേ അല്ലാഹ്. ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. മനസ്സ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ ഉമ്മക്ക് വേണ്ടി കരുതിയ ആളുകളുണ്ട് അല്ലാഹ്. അവരുടെ കാര്യങ്ങളും നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ആഫിയത്ത് നൽകുന്ന ഒരുപാട് നീ പൊരുത്തപ്പെടുന്ന അമലുകൾ സവാബുകളെ ഇറക്കി കിട്ടുന്ന മാസത്തിൽ മക്കയിലും മദീനയിലും ചെന്ന ധാരാളമായി ചെയ്യാൻ പടച്ചവനെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ റബ്ബേ. ഇതെല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. നമുക്ക് പടച്ചവനെ ആ പുണ്യകർമ്മം ചെയ്യാനുള്ള ഭാഗ്യം മരിക്കുന്നതിന് മുമ്പ് നീ നൽകണേ അല്ലാഹ്. സദസ്സിൽ ഒരുപാട് ആളുകൾ ഉംറ ചെയ്തവരാണ്, ഹജ്ജ് ചെയ്തവരാണ്. റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്. ചെയ്ത അമലുകളെല്ലാം നീ സ്വീകരിക്കണേ റബ്ബാനെ. അല്ലാഹുവേ ഇന്നത്തെ ദിവസം ഗൾഫ് യാത്ര ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരാണ്. അല്ലാഹുവിന്റെ യാത്രയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ റബ്ബേ. അല്ലാഹുവേ നമ്മുടെ സദസ്സിലുള്ള ഒരാളുടെ ഭാര്യയുടെ ഉമ്മ മരിച്ചുപോയ ദിവസമാണ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ ആ ഉമ്മാന്റെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ആ ഉമ്മാക്ക് നീ പൊരുത്തു കൊടുക്കണേ റബ്ബേ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഭാര്യയുടെ ഉമ്മമാർ, അല്ലാഹുവേ അവരുടെ ഉപ്പമാർ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ പടച്ചോനെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളിൽ റമദാനിന്റെ സുന്ദര ദിവസങ്ങളിൽ നമ്മോടൊപ്പം പള്ളിയിലും വീടുകളിലും ഉണ്ടായിരുന്ന
നാടുകളിൽ ഉണ്ടായിരുന്ന എത്തരത്തിലും മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകുന്ന, റഹ്മത്ത് നൽകുന്ന, അവരുടെ ഖബർ ജീവിതം നീ സന്തോഷമുള്ള ജീവിതമാക്കണേ അല്ലാ, സുഖമുള്ള ജീവിതമാക്കണേ അല്ലാ. പരിശുദ്ധ റമദാൻ വരുമ്പോ നിന്റെ പള്ളിയുടെ കാര്യം പലതും നിങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചവരാണ്. പടച്ചവനെ നീ മുഴുവനും വിജയത്തിനങ്ങനെ വന്നവന് അതിന്റെ വേണ്ട എല്ലാ സഹായങ്ങളും വിചാരിക്കാത്ത വഴിയിലൂടെ പടച്ചവനെ അതിന്റെ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അമ്മ. ഇന്ന് വരെ നമ്മുടെ പള്ളിക്ക് വേണ്ടി ചോദിച്ചപ്പോ എത്ര ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചോ, കഷ്ടപ്പെട്ടോ, ഓടി നടന്നോ, ശബ്ദിച്ചോ, ഹിദമത്ത് ചെയ്തോ, എല്ലാവർക്കും പകരം പടച്ചവനെ സ്വർഗത്തിൽ ഉന്നതമായ ദറജ നീ നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.